നാഷണൽ മീഡിയയും ടെലിവിഷൻ ചാനലിലൊക്കെ, പിന്നെ ഗ്രാജുവലി അത് ഇൻ്റർനാഷണൽ ചാനലിലോട്ടും പോകും, ന്യൂസ് ഔട്ട്ലെറ്റുകളിലോട്ട് ഇത് പോകും. ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെയുള്ള നിരന്തര ആക്രമണം. അതിനകത്ത് പല സുഹൃത്തുക്കളും എനിക്ക് മെസ്സേജ് അയച്ച്, ഇനി ഇന്ത്യയിൽ അത് ചെയ്യാൻ പറ്റുമോ, അത് പറ്റുമോ, ഇത് പറ്റുമോ, ഞങ്ങൾ പൂർണ്ണമായിട്ടും കുടുംബമായിട്ടും മിഷണറി വർക്കാണ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും ചാരിറ്റി വർക്കാണ് ചെയ്യുന്നത്, ചെറിയ സ്കൂൾ നടത്തുന്നുണ്ട്, ചെറിയ ഡോക്ടറെയൊക്കെ വെച്ച് ആശുപത്രി ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ രീതിയിലുള്ള പണം മാത്രമേ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അതുപോലും ഞങ്ങൾക്ക് നടത്താൻ സാധിക്കും. ഇതൊക്കെ ചോദിച്ച് പല ആൾക്കാരും പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജും അല്ലാത്ത മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിന് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കണ്ടിരുന്ന ഒരു 15-20 വർഷം മുമ്പുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ആ ഇന്ത്യ മാറി. അപ്പം ആ ഇന്ത്യ മാറിക്കഴിഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവരും പൂർണ്ണമായിട്ടും മാറും. അപ്പം അവർക്കൊരു പൊളിറ്റിക്കൽ ലക്ഷ്യമുണ്ട്, വോട്ടിൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ഹൈന്ദവ ഭൂരിപക്ഷമായ സംഭവം വളരെ മെച്ചമായ രീതിയിൽ കൊണ്ടുപോവുക, അതായത് ഒരു വലതുപക്ഷ ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുക. ഇതാണ് അജണ്ട. അതായത് വലതുപക്ഷ ഹിന്ദു മത രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റുക. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്ത്യ ശരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെപ്പറ്റി എനിക്കൊരു നല്ലപോലെ കാര്യങ്ങൾ അറിയാം. എൻ്റെ സോഷ്യോളജിക്കൽ സ്ട്രക്ചറും ഡെമോഗ്രാഫിക് സ്ട്രക്ചറും ജിയോഗ്രഫിക്കൽ സ്ട്രക്ചറും ഒക്കെ വെച്ച് പറയാം. വരാൻ പോകുന്ന 1000 വർഷം കഴിഞ്ഞാലും ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാകില്ല. നടക്കുന്ന കാര്യമല്ല അത്. കാരണം പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ അകത്തുള്ള കാസ്റ്റ് സിസ്റ്റം തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം എത്രമാത്രം സ്ട്രോങ് ആവുന്നു, കാരണം അതിനെ ഇഗ്നോർ ചെയ്യാൻ, ഇവിടുത്തെ അപ്പർ കാസ്റ്റ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് ഇതിനെ ഇഗ്നോർ ചെയ്തിട്ട്, കാസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ഹിന്ദു രാഷ്ട്രമാകത്തില്ല. ഇത് ഗ്രാജുവലി ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു രാജ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവർക്ക് ഭയം. ഭയം വെച്ചാൽ നല്ല ഭയമാണ്, ചെറിയ ഭയമല്ല, നല്ല ഭയമാണ്, പേടിച്ചിരിക്കും.